അത് പാലക്കാട് നിന്നാണ്. പാലക്കാട് വാദ്യാർ ചള്ളയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. പരിക്കേറ്റ വിജയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ ആനകൾ ഇറങ്ങിയത് നോക്കാൻ പോയപ്പോഴാണ് സംഭവമുണ്ടായത്. പുലർച്ചെ 4:45 സംഭവം. ഈ മേഖല, ഈ വാളയാർ മേഖലയൊക്കെ ആദ്യമായല്ല കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. ഒരുപാട് ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു മേഖല കൂടിയാണ് ഇത്. നാട്ടുകാരിൽ ചിലരുടെ പ്രതികരണങ്ങളിലേക്ക്. പാടത്ത് ആന രാത്രിയായി ശല്യങ്ങളായിട്ട് വന്നിട്ട് നമ്മൾ ആട്ടി വിട്ട സമയത്ത് പോയിട്ട് വെട്ടം വന്നിട്ട് നമ്മളെ ആക്രമിച്ചതാണ്. അനിയനാണ് വിജയൻ. എത്ര മണിക്ക് സംഭവം? ഒരു പുലർച്ചെ 4 മണി 3:30 സമയത്താണ്. 2-3 തവണ വന്നത്. നൈറ്റ് ഫുള്ളായിട്ട് 2-3 തവണ വന്നതാണ്. നമ്മൾ മുറുക്കി വിട്ടതാണ്. പിന്നെ അത് തിരിച്ച് കൃഷി സ്ഥലത്ത് വരികയാണ്. ഇത് 3 എണ്ണം ഉണ്ടായത്. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പാർവതി, നേരത്തെ പറഞ്ഞതുപോലെ ഈ വാളയാർ മേഖല, പാലക്കാട് വാദ്യാർ ചള്ള, അത് വാളയാർ മേഖലയുമായി ചേർന്നുള്ള പ്രദേശമാണ്. അത് കാർഷിക മേഖലയാണ്. ഈ കാർഷിക മേഖലയിൽ പലതവണ കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കുന്നു. എന്താണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നാട്ടുകാരുടെ ഒരു പ്രതികരണം, വികാരമൊക്കെ? വല്ലാത്ത ഭീതിയിലാണ് വീണ്ടും അവരൊക്കെ. അതാണ് രഞ്ജിത്ത്. ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് പാലക്കാട് വാദ്യാർ ചള്ളിയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. പുലർച്ചയോടുകൂടി ശബ്ദം കേട്ടാണ് ഈ പരിക്കേറ്റ വിജയനും അദ്ദേഹത്തിന്റെ സഹോദരനും വീടിന് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നത്. ഇവരുടെ വീടിന് സമീപത്തായി തന്നെയാണ് അവരുടെ കൃഷിയിടവും ഉള്ളത്. അവിടെ 3 ആനകളാണ് ഈ പുലർച്ചെ സമയം തമ്പടിച്ചിരുന്നത്. ഇതിൽ ഈ ആനകളെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ഇത് വിജയനെ തിരിച്ചോടിക്കുകയായിരുന്നു. അദ്ദേഹം വീണു. അദ്ദേഹത്തിന് സാരമായി തന്നെ പരിക്കേറ്റു. ആനയുടെ ചവിട്ടേറ്റു. അദ്ദേഹത്തിന്റെ അരയ്ക്കും കാലിനുമൊക്കെ നല്ല പരിക്കുണ്ട്. ഒപ്പം കഴുത്തിനും പരിക്കുണ്ട്. ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പിന്നീട് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. ശരീരത്തിൽ നിറയെ ചതവുകളാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രത്യക്ഷത്തിൽ പരിക്കുകൾ കാണാനില്ലെങ്കിലും ഉള്ളിലാണ് പരിക്ക് ഏറെയെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. നമ്മൾ കുറച്ചു മുൻപ് കേട്ടത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വാക്കുകളായിരുന്നു. അദ്ദേഹവും ഒപ്പമുണ്ടായിരുന്നു. സ്ഥിരമായി ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ വാദ്യാർ ചള്ളി. ഇവിടുത്തെ മനുഷ്യരുടെ ഒരു ഉപജീവനം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. കുറെ ദിവസമായി ഈ മേഖലയിൽ കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്നുണ്ട്. തുരത്താൻ ഇറങ്ങവെയാണ് ഇന്ന് വിജയന് അപകടം പറ്റിയത്. ഇതോടുകൂടി ഈ മേഖലയിലുള്ളവർ തന്നെ ശരിക്കും ഭീതിയിലാണ്. വനം വകുപ്പ് കൃത്യമായി ഈ ഒരു സമയത്തൊക്കെ എത്തിപ്പെടുന്നതിനും ബുദ്ധിമുട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ സംഭവം. ഏതായാലും പരിക്കേറ്റ വിജയൻ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഗുരുതരമല്ല, എന്നാലും കാര്യമായ പരിക്കുണ്ട്. അപ്പോൾ പാർവതി, ഈ കാട്ടാനകളെ തുരത്താനായോ? അവിടെ മറ്റെന്തെങ്കിലും നിരീക്ഷണമുണ്ടോ? നമുക്ക് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ വനംവകുപ്പൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ഇടപെടുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടോ? നാട്ടുകാർ പുലർച്ചെ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ വിജയനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എത്തിയിരുന്നു. ആനകളെ തുരത്താനായി ശ്രമം നടക്കുന്നുണ്ട്. സ്വാഭാവികമായി തന്നെ നമുക്കറിയാം, രാത്രി സമയങ്ങളിലാണ് കൂടുതലായിട്ടും ഈ വന്യമൃഗങ്ങൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലടക്കം എത്തുന്നത്. അപ്പോൾ ഈ ആനകളെ ഈ പകൽ സമയം മിക്കപ്പോഴും ഒക്കെ കാട് കയറി പോകാറുമുണ്ട്. വനംവകുപ്പ് പ്രദേശത്തുണ്ട്. നാട്ടുകാർ പ്രതിഷേധിച്ചു. കൃത്യമായി ഇപ്പോൾ വനംവകുപ്പ് ഏതായാലും പ്രദേശത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പാർവതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വാളയാറിന് സമീപമാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഒരു കർഷകന് കാര്യമായി പരിക്കുണ്ട് എന്നുള്ളതാണ്. ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിക്കാൻ വന്നപ്പോൾ ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതിനിടയിലാണ് ആന കർഷകന് നേരെ തിരിയുകയും ആക്രമിക്കുകയും ചെയ്തത്. കാര്യമായ പരിക്കുണ്ട്. അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കൃഷി നടത്തുന്ന, ഉപജീവനത്തിനായി കൃഷിയിടത്തിലേക്കൊക്കെ ഇറങ്ങുന്ന കർഷകരെ സ്ഥിരമായി ഇത്തരം കാട്ടാനകൾ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ഒരവസ്ഥയുമാണ് ഈ മേഖലയിൽ.